ഇന്ന് അടുത്തൊരു മഹത് വ്യക്തിത്വത്തിനെ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ മുസ്തഫ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മളൊരു മഹത് വ്യക്തിനെ കുറിച്ച് പരിചയപ്പെട്ടു ഇല്ലേ? ആരെ പറഞ്ഞ ടീച്ചർ പറഞ്ഞത്? ജോബി ചേട്ടൻ അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്? എന്താണ് നമ്മള് അതായത് അവർക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ കൂടിയും അവരെന്ത് ചെയ്തു? അതിനെ അതിജീവിച്ച് അവര് മുന്നിലേക്ക് വന്നു അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പുതിയ ഒരാള്, പുതിയതല്ല വളരെ പഴയ ഒരാള് തന്നെയാണ് പരിചയപ്പെടാൻ. അപ്പൊ ആ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടില്ല അതെ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബിതോവൻ കേട്ടിട്ടില്ല? നമുക്ക് അതായത് ഒരു 250 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ബിതോവൻ. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം ഒരു വലിയൊരു കമ്പോസറാണ്. അതുകൂടാതെ ഒരു പിയാനിസ്റ്റോ കൂടിയാണ്. അപ്പോ അദ്ദേഹത്തിന് എന്താണ് പ്രത്യേകത? അതായത് അദ്ദേഹം 1770 ഇപ്പൊ നമ്മൾ 2025 നിൽക്കുന്നത് അല്ല, 1770 ജനിച്ച ഒരു വ്യക്തിയാണ് ബിതോവൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ലുഡ്വിഗ് വാൻ ബിതോവൻ എന്നാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ എന്താണ് ഇത് അഭ്യസിച്ചു. എന്നിട്ട് ദൈവം അദ്ദേഹത്തിന് ഒരു ദുർവിധി പോലെ കൊടുത്തു. അദ്ദേഹത്തിന് 28 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ കേൾവി ശക്തി കുറഞ്ഞു വന്നു. കേൾവി ശക്തി കുറഞ്ഞു. 44 വയസ്സായപ്പോഴേക്കും എന്തായാലും ഒട്ടും കേൾക്കാതെയായി. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് അത് ബിതോവൻ. അങ്ങനെ കേൾക്കാതിരുന്നിട്ടും, അതായത് ഇപ്പൊ നമുക്കൊരു പാട്ട് ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണ്ട? നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ വേണ്ടത്? കേൾക്കണം അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് അത് ചെവി കേൾക്കുന്നില്ലെങ്കിൽ കൂടിയും അദ്ദേഹം നമുക്ക് ഇഷ്ടപ്പെട്ട സിംഫണികള് അദ്ദേഹം എന്ത് ചെയ്തു? ചിട്ടപ്പെടുത്തി കേട്ടു. അപ്പൊ അതൊരു വലിയ കഴിവല്ലേ അല്ലേ? അപ്പോ ഈ അവസരത്തിൽ ഇത് പറഞ്ഞത് എന്താണ്? ദൈവം ഓരോരുത്തർക്ക് നമ്മളെല്ലാവർക്കും ദൈവം എല്ലാ കഴിവും തന്നിട്ടാണ് വിട്ടിരിക്കുന്നത് അല്ലേ? നമുക്ക് നല്ലപോലെ ഓടാൻ പറ്റും, ചാടാൻ പറ്റും, പാട്ട് പാടാൻ പറ്റും അല്ലേ? അപ്പൊ ആ ഒരു ചില കുറവുകള് ആക്കി കൊടുക്കും. അവർ പക്ഷെ അതിന് വിഷമിക്കാതെ എന്ത് ചെയ്തു? അതിനെ അതിജീവിച്ച് അവരെന്ത് ചെയ്തു? മുന്നിലേക്ക് വരും. ഇദ്ദേഹം 1770 ജനിച്ചു. 1827 വരെ അത് മരണപ്പെട്ടത്. അതിനിടയിൽ അത് ഈ ചിട്ടപ്പെടുത്തിയ എല്ലാ മ്യൂസിക്കുകളും ആൾക്ക് ഒട്ടും കേൾവിയില്ലാത്ത സമയത്ത് ചിട്ടപ്പെടുത്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അവർ കഴിവൊന്നും നോക്കിയേ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മളുള്ള കഴിവുകളെ നമ്മൾ പരമാവധി
ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളാണ്. പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും ഉന്നതിയിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.